അങ്ങനെ വലിയ പെരുന്നാളും എത്തി. ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് റൂമിന്റെ അടുത്തുള്ള കോഴിക്കടയിൽ കയറി 2 കോയിനെ കട്ട് ചെയ്യിച്ച് വാങ്ങി തിരിച്ച് റൂമിലേക്ക് തന്നെ എത്തി. വൈകുന്നേരം ഇപ്പൊ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ പോയിട്ട് നാളത്തെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുപോയി വെച്ച് രാത്രി ഇപ്പം ഫൈസൽക്ക വന്ന് ഉള്ളിന്റെ തോലൊക്കെ പൊളിക്കൽ തുടങ്ങിക്കിട്ടോ. ബിരിയാണിക്കുള്ള മസാല ഇപ്പൊ റെഡിയാക്കി വെക്കാന്നും പറഞ്ഞു. ഫവാസ് വന്ന് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് രാവിലത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ലുലുവിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബോബി വീലിന്റെ ബീഫ് വാങ്ങിയിരുന്നു. അത് മൊത്തം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നല്ലോണം കേകിയെടുത്തതിനു ശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ടെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അടുപ്പത്തേക്ക് വേവിക്കാൻ വെച്ച് ഇനി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഓയിൽ വെച്ച് സവാള അതിലേക്ക് ഇട്ട് ചെറിയ തീയിൽ കരിഞ്ഞു പോവാണ്ട് പൊരിച്ചെടുത്ത് എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചി മിക്സിയിൽ നല്ലോണം അരച്ചെടുത്ത് ഇനി ബീഫ് കറി ഉണ്ടാക്കണം. ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് സവാള അതിലേക്ക് ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില 2 പച്ചമുളകും അതിലേക്ക് ഇട്ട് നല്ലോണം വഴറ്റിയെടുത്ത് എന്നിട്ട് തക്കാളിയും അതിലേക്ക് ഇട്ട് നല്ലോണം ഒടിഞ്ഞ് വെന്ത് വന്നതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുവോളം വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അവിടുന്ന് വെന്ത് വരട്ടെ. എന്നാലേ മസാലൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരുള്ളൂ. ഇനി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കട്ടെ. കഴുകി വെച്ച ചിക്കൻ ചെമ്പിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് തക്കാളി പൊരിച്ച സവാള പേസ്റ്റ് ആക്കി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് പുതിന തൈര് നാരങ്ങനീര് 2 ടീസ്പൂൺ ബിരിയാണി മസാല 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിലുള്ള ഉപ്പ് കുറച്ച് നെയ്യ് ഇതിലൂടെയും കൈകൊണ്ട് നല്ലോണം കുഴച്ച് മിക്സ് ആക്കി നല്ലോണം സെറ്റ് ആക്കി എടുക്കണം. എന്നിട്ട് മൂടി വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. എന്നിട്ട് കിച്ചണ് മൊത്തമായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ച് ഒളിച്ചക്ക് 3 മണിക്ക് അലാറം വെച്ച് എണീച്ച് കുളിച്ച് ഫ്രഷ് ആയി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിലോട്ട് പോവാട്ടോ. ഞങ്ങൾ എല്ലാരും കൂടി ബദർഖാന്റെ അപ്പുറം കാറിൽ കയറി ഖത്തറിൽ ഏറ്റവും പള്ളിയായ ഗ്രാൻഡ് മോസ്കിലേക്കാട്ടോ പോയത്. ഒളിച്ചക്ക് 5 മണിക്ക് കഴിഞ്ഞിട്ടോ പെരുന്നാൾ നിസ്കാരം. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി കാറിൽ കയറി തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നു. കറി ഒന്ന് ചൂടാക്കി എടുത്ത് ചായയും വേഗം റെഡിയാക്കി എടുത്ത് വരുമ്പം തന്നെ പൊറാട്ടയും നൂൽമുട്ടും പാർസൽ വാങ്ങിയിട്ടോ വന്നത്. ബീഫ് കറിയും കൂട്ടി പൊറാട്ടയും നൂൽമുട്ടും ഒക്കെ തിന്ന് ചായയൊക്കെ കുടിച്ച് ഇനി കുറച്ചു നേരം ഒന്ന് ഉറങ്ങണം. അങ്ങനെ 10 മണിയായപ്പം അലാറം വെച്ച് എണീച്ച് വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നു. പള്ളി പോകാനാകുമ്പോഴേക്കും ബിരിയാണി റെഡിയാക്കണം. റെഡിയാക്കി വെച്ച മസാല ഫ്രിഡ്ജിൽ നിന്ന് അടുപ്പത്തേക്ക് വെച്ച് അത് വെന്ത് വരുമ്പോഴേക്കും 1.5 കിലോന്റെ കൈമ റൈസ് കൊണ്ട് 2 കുക്കറിലായിട്ട് നെയ്ച്ചോറും വേഗം റെഡിയാക്കി എടുത്ത് മസാല വെന്ത് വന്നപ്പം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് മൊത്തമായിട്ട് ചെമ്പിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് പൊരിച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് നെയ്യ് കുറച്ച് ബിരിയാണി മസാല ഇട്ട് അവിടെ മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെച്ച് എന്നിട്ട് വേഗം ഫ്രഷ് ആയി പള്ളിയിൽ പോയി ജുമയൊക്കെ നിസ്കരിച്ച് വന്ന് ദമ്മ് പൊട്ടിച്ച് റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റി മസാല നല്ലോണം ഇളക്കി മിക്സ് ആക്കി എടുത്ത് ഫൈസൽക്ക വന്ന് എല്ലാവർക്കും ബിരിയാണി ഒക്കെ വിളമ്പി കൊടുത്തിട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് സംഭവം സൂപ്പർ. അങ്ങനെ ഈ വർഷത്തെ വലിയ പെരുന്നാളും കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.